അഴകിയ രാവണൻ ആകാതെ ബി യോർ ഓൺ സൺഷൈൻ. സമൂഹത്തിൽ ഷൈൻ ചെയ്യണമെന്ന് ആഗ്രഹമില്ലാത്തവർ വളരെ ചുരുക്കമാണ്. എന്നാൽ പലരും അഴകിയ രാവണനായി മാറുകയാണ് പതിവ്. സംഭവമൊന്നും പിടികിട്ടുന്നില്ല അല്ലേ? എന്നാൽ ശ്രദ്ധിച്ചു കേട്ടോളൂ, നിങ്ങളുടെ ജീവിതം ആകെ മാറ്റിമറിക്കുന്ന ഒരു വീഡിയോ ആണിത്. രാമായണ കഥകളുടെ ഭാഗമായി നമ്മൾ പണ്ട് കേട്ടിട്ടുള്ള ഒരു പ്രയോഗമാണ് അഴകിയ രാവണൻ എന്നത്. എത്ര അണിഞ്ഞൊരുങ്ങിയിട്ടും കണ്ണാടിയിൽ കണ്ട തന്റെ പ്രതിബിംബത്തെ ഇഷ്ടപ്പെടാൻ രാവണന് കഴിഞ്ഞില്ല. വേഷഭൂഷകൾ വീണ്ടും മാറ്റിയിട്ടും അതൊന്നും അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തിയില്ല. നമ്മളിൽ പലർക്കും ഈ അവസ്ഥയുണ്ടാകാം. അങ്ങനെയെങ്കിൽ എന്താണ് നമ്മൾക്ക് സംഭവിക്കുന്നത്? ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടോ എന്ന് നോക്കാം. ബി യോർ ഓൺ സൺഷൈൻ എന്ന പുസ്തകത്തിലൂടെ നമുക്ക് ഈ അവസ്ഥ മനസ്സിലാക്കാനും പരിഹാരം കണ്ടെത്താനും സാധിക്കും. മോട്ടിവേഷൻ പുസ്തകങ്ങളുടെ രചയിതാവ് എന്ന രീതിയിൽ പ്രശസ്തനായ ജെയിംസ് ആലന്റെ ബി യോർ ഓൺ സൺഷൈൻ എന്ന പുസ്തകം നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ ജീവിത വിജയത്തിന്റെ ആധാരമെന്നതാണ് ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം. അത് വ്യക്തമാക്കുന്നതാണ് ഈ പുസ്തകത്തിന്റെ പേരും. നിങ്ങൾ നിങ്ങളുടെ തന്നെ പ്രകാശമാകൂ എന്ന് സാരം. അദ്ദേഹം എങ്ങനെ പറയുന്നു? നിങ്ങളുടെ ഉള്ളിൽ കാണാൻ സാധിക്കാത്ത ഒരു വസ്ത്രമുണ്ട്, നിങ്ങളുടെ ചിന്തകളാകുന്ന വസ്ത്രം. മറ്റൊന്ന് നിങ്ങളുടെ സാഹചര്യങ്ങളാകുന്ന വസ്ത്രമാണ്. എത്രത്തോളം നിങ്ങൾക്കുള്ളിലെ ചിന്തകൾ ആരോഗ്യകരമാകുന്നുവോ അത്രയും നിങ്ങൾക്ക് ചുറ്റും രൂപപ്പെടുന്ന സാഹചര്യം നല്ലതായി മാറും. കാരണം മനുഷ്യന്റെ ഓരോ പ്രവൃത്തിയും ആരംഭിക്കുന്നത് അവന്റെ ചിന്തകളിൽ നിന്നാണ്. പ്രവൃത്തികൾക്ക് ജന്മം നൽകുന്ന രഹസ്യ വിത്താണ് ചിന്തകളെന്ന് സാരം. ആലോചിച്ച് ചെയ്യുന്ന പ്രവൃത്തികളായാലും എടുത്തുചാടി ചെയ്യുന്ന പ്രവൃത്തികളായാലും അതൊരു ഫലം കൊണ്ടുവരുന്നുണ്ട്. ആദ്യത്തേതിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഫലം കൊണ്ടുവരാൻ കഴിയും. രണ്ടാമത്തേതിൽ പ്രവൃത്തിയുടെ ഫലം നല്ലതാകണമെന്നില്ല. ഉദാഹരണത്തിലൂടെ പറയാം. സ്വഭാവമഹിമയുള്ള ഒരാളുണ്ടെന്നിരിക്കട്ടെ. കാലങ്ങൾ കൊണ്ട് അയാൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പോസിറ്റീവ് ചിന്തകളുടെ ആകെത്തുകയായിരിക്കും അയാളുടെ വ്യക്തിത്വവും അയാളുടെ സ്വഭാവവും. അതൊരു സുപ്രഭാതത്തിൽ ഭാഗ്യം പോലെ വന്നു ചേർന്നതല്ല, അത് അയാളുടെ ശ്രമത്തിന്റെ ഫലമായി അയാൾക്ക് കൈവന്നതാണ്. അപ്പോൾ മറ്റൊരു വശവും കൂടി ഇതിനുണ്ട്. ചിന്തകൾ മോശമാണെങ്കിൽ നേരെ വിപരീതമായ ഫലം കൊണ്ടുവരാനും കഴിയും. ഒരുപക്ഷേ ഒരു മൃഗത്തേക്കാൾ മോശമാവാൻ ഒരാൾക്ക് കഴിയും. രണ്ടും ഒരേ നാണയത്തിന്റെ രണ്ട് വശം പോലെയാണ്. ഒരു സെൻ ആശ്രമത്തിൽ ഗുരുവും ശിഷ്യന്മാരും ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ധ്യാനം കഴിഞ്ഞപ്പോൾ ഗുരു ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങളുടെ മനസ്സിനെ ഒരു കുരങ്ങനെപ്പോലെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടോ? ഒരു ശിഷ്യൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഗുരു, എന്റെ മനസ്സൊരു കുരങ്ങനേക്കാൾ വേഗത്തിൽ ചാടിക്കളിക്കുന്നു, ഒരിടത്തും അടങ്ങിയിരിക്കുന്നില്ല. ഗുരു ചിരിച്ചുകൊണ്ടു പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞുതരാം. പുരാതനകാലത്ത് ഒരു പ്രബലനായ രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് തന്റെ മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കാമെന്നറിയാൻ അതിയായ ആഗ്രഹം തോന്നി. അതിനുവേണ്ടി അദ്ദേഹം ഒരു മുനിയെ സമീപിച്ചു. മുനി രാജാവിനോട് പറഞ്ഞു, മഹാരാജാവേ, ഒരു വർഷത്തേക്ക് താങ്കൾ ചെയ്യേണ്ടതിതാണ്. കൊട്ടാരത്തിന്റെ കിഴക്കേ വാതിലിൽ ഒരു വലിയ കുരങ്ങനെ കെട്ടിയിടുക. എന്നിട്ട് കൊട്ടാരത്തിലെ എല്ലാവർക്കും അത് കാണാൻ കഴിയുന്ന രീതിയിൽ ഒരു പലകയിൽ ഇങ്ങനെ എഴുതിവെക്കുക, ഈ കുരങ്ങന്റെ പേര് ചിന്തയെന്നാണ്. ആർക്കെങ്കിലും ഈ കുരങ്ങന്റെ ശ്രദ്ധ മാറ്റാൻ സാധിച്ചാൽ അവർക്ക് വലിയ സമ്മാനം ഞാൻ നൽകും. രാജാവ് മുനി പറഞ്ഞ അനുസരിച്ച് ചെയ്തു. എന്നാൽ ആർക്കും കുരങ്ങന്റെ ശ്രദ്ധ മാറ്റാൻ സാധിച്ചില്ല. കുരങ്ങൻ ചാടിക്കളിച്ചും ബഹളമുണ്ടാക്കിയും അവിടെ തന്നെ ഇരുന്നു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ മുനി വീണ്ടും രാജാവിനെ കാണാൻ വന്നു. മഹാരാജാവേ, താങ്കൾ ചിന്തകളെ നിയന്ത്രിക്കാൻ പഠിച്ചോ? മുനി ചോദിച്ചു. രാജാവ് തലയാട്ടി. അതേ മുനിയെ, ഞാനൊരു കാര്യം മനസ്സിലാക്കി. എത്ര ശ്രമിച്ചിട്ടും ആ കുരങ്ങനെ അവിടെ നിന്ന് മാറ്റാൻ എനിക്കോ എന്റെ പ്രജകൾക്കോ സാധിച്ചില്ല. എന്നാൽ ഒരു ദിവസം ഞാൻ ആ കുരങ്ങനെ നോക്കുന്നത് നിർത്തി. അത് കെട്ടിയിടിക്കുന്ന സ്ഥലത്തേക്ക് ശ്രദ്ധ നൽകാതെ മറ്റു കാര്യങ്ങളിൽ മുഴുകി. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് കുരങ്ങന്റെ ബഹളവും ചാട്ടവും എന്നെ ബാധിക്കുന്നില്ല എന്നാണ്. അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിന് പകരം അതിനെ അവഗണിക്കാനാണ് ഞാൻ പഠിച്ചത്. മുനി പുഞ്ചിരിച്ചു. അതെ, അതുതന്നെയാണ് മനസ്സിന്റെ കാര്യത്തിലും. നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയില്ല. ചിന്തകളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ അത് കൂടുതൽ ശക്തിയോടെ തിരിച്ചുവരും. എന്നാൽ അതിനെ അവഗണിക്കാനും അതിനെ ശ്രദ്ധിക്കാതിരിക്കാനും പഠിച്ചാൽ അതിന്റെ ശക്തി കുറയും, അതിന്റെ ബഹളം നിങ്ങളെ ബാധിക്കാതെയാവും. അതോടെ നിങ്ങളുടെ മനസ്സ് ശാന്തമാവും. ഗുരു കഥ നിർത്തി. മനസ്സിലായോ? ചിന്തകളൊരു നദിയിലെ ഒഴുക്കുപോലെയാണ്. അതിനെ തടയാൻ ശ്രമിക്കുന്നതിനു പകരം അതിലൂടെ ഒഴുകാൻ പഠിക്കുക. അതോടെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ യഥാർത്ഥ യജമാനനായി മാറും. ഈ പുസ്തകം രണ്ടാമതായി ഇങ്ങനെ പറയുന്നു, മനുഷ്യൻ അവന്റെ ചിന്തകളുടെ യജമാനനാണ്, അതുകൊണ്ടുതന്നെ സ്വന്തം സ്വഭാവത്തിന്റെ സൃഷ്ടാവുമാണ്. ഇതിന് ചേരുന്നത് ചിലന്തിയുടെ ഉദാഹരണമാണ്. ചിലന്തി തന്റെ ദേഹത്തുനിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന പശ പോലെയുള്ള വസ്തുകൊണ്ട് ചിലന്തി വല സൃഷ്ടിക്കുന്നു. അതിലൂടെ ഇര തേടുന്നു. സത്യത്തിൽ ചിലന്തി തന്റെ ഒരു ലോകം തീർക്കുകയാണ്. ആ ലോകത്തിന്റെ ഉറവിടം ചിലന്തിയുടെ ഉള്ളിൽ നിന്ന് തന്നെയാണുണ്ടായത്. നമ്മുടെ കാര്യത്തിൽ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നോക്കാം. ഈ കാര്യം പ്രാക്ടിക്കലായി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഇപ്പോഴത്തെ സാഹചര്യം വളരെ ശ്രദ്ധാപൂർവം വിശകലനം ചെയ്യുക. ഏതു തരം ചിന്തകൾ കൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ എത്തിപ്പെട്ടിരിക്കുന്നതെന്ന് ചിന്തിച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? എങ്ങനെയുള്ള ചിന്തകളായിരുന്നു നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചും ചുറ്റുമുള്ളവരെക്കുറിച്ചും ഉണ്ടായിരുന്നത്? അവ നല്ല ചിന്തകളായിരുന്നുവോ? അഥവാ അങ്ങനെയല്ലെങ്കിൽ ആ ചിന്തകളിൽ മാറ്റം കൊണ്ടുവരാൻ കഴിയുമോ? ആ മാറ്റം കൊണ്ടുവരാനായി എന്തിനേയും കൂട്ടുപിടിക്കാം.
നല്ല പുസ്തകങ്ങളോ നല്ല പ്രഭാഷണങ്ങളോ നല്ല കൂട്ടുകാരോ അങ്ങനെ എന്തും. മൂന്നാമത്തെ പോയിന്റ്, മനുഷ്യരെപ്പോഴും തന്റെ സാഹചര്യങ്ങളെ മാറ്റാനായി കിണഞ്ഞു പരിശ്രമിക്കുന്നു എന്നത് സത്യമാണ്. എന്നാൽ അവനവനെ മാറ്റാൻ തയ്യാറാവുന്നില്ല. സാഹചര്യങ്ങളെ അല്ല മാറ്റേണ്ടത്, അവനവനെ തന്നെയാണ് മാറ്റേണ്ടത് എന്ന് അവൻ തിരിച്ചറിയുന്ന സമയത്ത് അവൻ വിജയത്തിന്റെ ആദ്യ പടി ചവിട്ടുന്നു. ഒരാളുടെ വിജയത്തിന്റെ അടിസ്ഥാനം അയാളുടെ ചിന്തകളിൽ കൊണ്ടുവരുന്ന മാറ്റമാണ്. ഇത് 3 തരം ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കുന്നു. ചില വ്യക്തികൾ ജന്മനാ ദാരിദ്ര്യത്തിലായിരിക്കും കഴിയുന്നത്. അവർ തന്റെ ജീവിതത്തെയും ചുറ്റുമുള്ളവരെയും നിരന്തരം പഴിച്ചുകൊണ്ടിരിക്കും. സ്വയം മാറാനായി മിനക്കെടുകയേയില്ല. പകരം ജീവിത സാഹചര്യങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ളവർ വീണ്ടും താഴേക്ക് വീണുകൊണ്ടേയിരിക്കും. ഇത്തരക്കാർക്ക് ജീവിത വിജയം എളുപ്പമായിരിക്കില്ല. മറ്റൊരു വിഭാഗം ധനികരായ രോഗികളാണ്. തെറ്റായ ജീവിതശൈലി കൊണ്ടോ തെറ്റായ ഭക്ഷണശീലം കൊണ്ടോ രോഗത്തിന് അടിമപ്പെട്ടവരായിരിക്കും. ഇവർ ലക്ഷങ്ങൾ ആശുപത്രിയിൽ ചെലവായാലും നല്ല ആരോഗ്യകരമായ ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കില്ല. ആരോഗ്യകരമായ ജീവിതമെന്ന ആശയം എന്താണ് എന്നറിയാൻ പോലും ശ്രമിക്കില്ല. മൂന്നാമത്തെ വിഭാഗം തന്റെ ജോലിക്കാർക്കുള്ള പ്രതിഫലം വെട്ടിക്കുറച്ച് ലാഭം നേടാൻ ശ്രമിക്കുന്ന തൊഴിലുടമകളാണ്. ഈ കഥകളിൽ ഒരു വലിയ സത്യമൊളിഞ്ഞിരിക്കുന്നു. ആളുകൾ വലിയ സ്വപ്നങ്ങൾ കാണുന്നു. എന്നാൽ ആ സ്വപ്നങ്ങൾക്ക് നേരെ വിപരീതമായ കാര്യങ്ങളായിരിക്കും അവർക്കുള്ളിൽ നിരന്തരമുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വലിയ കാര്യങ്ങൾ ലഭിക്കാൻ എനിക്ക് ഒരു യോഗ്യതയുമില്ല തുടങ്ങിയ ചിന്തകളായിരിക്കും അവ. അതായത് നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒരു ഭാഗത്തും നമ്മുടെ ചിന്തകളും കാഴ്ചപ്പാടും നേരെ വിപരീത ദിശയിലും ആകുമ്പോൾ ഉണ്ടാവുന്ന ഫലമാണ് ഇവിടെ കണ്ടത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ സഹായിക്കുന്ന ചിന്തകളാണോ നിങ്ങൾക്കുള്ളിൽ നടക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ വ്യർത്ഥമായ ഒരു കാര്യത്തിനായി വെറുതെ പരിശ്രമിക്കുകയാണ്? നാറാണത്തെ ഭ്രാന്തന്റെ പ്രവൃത്തി പോലെയായിരിക്കും അത്. നിങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ചിന്തകളിലാണ് ആദ്യ മാറ്റം കൊണ്ടുവരേണ്ടത്. അത്തരം ചിന്തകൾ മാറ്റിയെടുക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ആരംഭിക്കുക. നാലാമത്തെ പോയിന്റ്, നല്ലതും പോസിറ്റീവുമായ ചിന്തകളുടെ ആകത്തുക നമ്മുടെ ജീവിതത്തിലെ പലതരം അനുഗ്രഹങ്ങളാണ്. അത് പലതരം ഭാഗ്യാനുഭവങ്ങളായും സന്തോഷമായും പലതരത്തിലുള്ള ജീവിത സൗഭാഗ്യമായും അനുഭവത്തിൽ വരും. മറിച്ച് ചിന്തകളിലെ നെഗറ്റിവിറ്റി ജീവിതത്തിനോടാകെയുള്ള അസംതൃപ്തിയായും നിരാശയായും പലതരത്തിലുള്ള തോൽവികളായും ജീവിതത്തിൽ പ്രതിഫലിക്കും. നിങ്ങളെക്കുറിച്ചും ചുറ്റുമുള്ളവരെക്കുറിച്ചും സാഹചര്യങ്ങളെക്കുറിച്ചുമുള്ള നല്ലതല്ലാത്ത ചിന്തകളാണ് നെഗറ്റിവിറ്റി. നിങ്ങളുടെ ചിന്തകൾ എങ്ങനെയുള്ളതാണ് എന്ന് കണ്ടെത്തുക. അതിൽ വേണ്ട മാറ്റം വരുത്തുക. പടിപടിയായി ഈ മാറ്റം വരുത്താൻ സാധിക്കും. അഞ്ചാമതായി പറയുന്ന കാര്യം, ഒരു വ്യക്തിക്ക് നേരിട്ട് അയാളുടെ ജീവിത സാഹചര്യങ്ങൾ തെരഞ്ഞെടുക്കാൻ കഴിയില്ല. പക്ഷേ അയാളുടെ ചിന്തകൾ എന്തായിരിക്കണമെന്ന് അയാൾക്ക് തീരുമാനിക്കാൻ കഴിയും. പിന്നീട് ആ ചിന്തകൾ വളർന്ന് വികസിക്കുന്നതാണ് അയാളുടെ സാഹചര്യം. ഉദാഹരണമായി പറഞ്ഞാൽ, ഒരാൾ ദാരിദ്ര്യത്തിൽ തുടരുന്നു എന്ന് കരുതുക. അയാളിലേക്ക് ആഴത്തിൽ നോക്കിയാൽ അയാളിൽ ചെറുപ്പം മുതൽ തുടരുന്ന ചില ചിന്തകളുടെ പാറ്റേൺ കാണാം. ഞാൻ ദാരിദ്ര്യത്തിൽ കഴിയാൻ വിധിക്കപ്പെട്ടവരാണ് എന്ന ചിന്ത അയാളിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കും. ഇത് ബാല്യം മുതൽ മുതിർന്നവരിൽ നിന്ന് കേട്ട് ശീലിച്ച കാര്യങ്ങളാണ്. ഈ ചിന്തകൾ അയാളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അതിന്റെ ഫലമായി അയാൾ എപ്പോഴും ദാരിദ്ര്യനായി തുടരും. എന്നാൽ ദാരിദ്ര്യത്തിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നു വന്ന വ്യക്തികൾ മിന്നുന്ന ജീവിത വിജയം കൊയ്യുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിയുടെയും ഫുട്ബോൾ താരം റൊണാൾഡോയുടെയും കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. തന്റെ കുടുംബത്തിന്റെ അവസ്ഥയിൽ നിന്ന് മാറി ചിന്തിക്കാൻ കഴിഞ്ഞപ്പോഴാണ് അവർക്ക് വിജയിക്കാൻ സാധിച്ചത്. പഴയ പാറ്റേൺ തകർക്കാൻ കഴിഞ്ഞപ്പോഴാണ് വിജയിക്കാൻ കഴിഞ്ഞത്. ഇത്തരത്തിൽ കേട്ടു പഴകിയ കാര്യങ്ങൾ മാറ്റി പുതിയ ചിന്തകളുമായി മുന്നോട്ടു പോകാൻ നിങ്ങൾക്കും സാധിക്കും. അടുത്ത പ്രധാന പോയിന്റ്, ചിന്തയും ശരീരവും തമ്മിലുള്ള ബന്ധമാണ്. രോഗങ്ങൾ മാറ്റാൻ പോസിറ്റീവ് ചിന്തകളേക്കാൾ നല്ല ഡോക്ടറില്ല. നിങ്ങളുടെ പോസിറ്റീവ് ചിന്തകളാണ് നിങ്ങളുടെ ഏറ്റവും നല്ല ഡോക്ടർ. നിങ്ങളുടെ ഉള്ളിൽ ആഴത്തിൽ ഭയാശങ്കകൾ, സംശയം, ദുഃഖം, അസൂയ ഇവയുണ്ടോ? എങ്കിൽ അവ മാറ്റാൻ നിങ്ങൾ തന്നെ ശ്രമിക്കണം. ഇല്ലെങ്കിൽ അവ രോഗങ്ങളായി പ്രത്യക്ഷമാകും. മനഃപൂർവമായ ശ്രമത്തിലൂടെയാണ് ഈ ചിന്തകൾ മാറുന്നത്. നിങ്ങളുടെ ചിന്തകളെ ശ്രദ്ധിക്കുന്ന ശീലം കൊണ്ടുവരിക. എന്റെ ഉള്ളിൽ ഇപ്പോഴുള്ള ചിന്തകൾ നല്ലതാണോ എന്ന് ശ്രദ്ധിക്കുക. അത് എനിക്കും ചുറ്റുമുള്ളവർക്കും ദോഷം ചെയ്യുന്നതാണെങ്കിൽ അത് മാറ്റുക. ശ്രദ്ധാപൂർവമായ പരിശീലനത്തിലൂടെ അത് മാറ്റിയെടുക്കാൻ കഴിയും. അടുത്തത് ചിന്തകളും ലക്ഷ്യവുമാണ്. നിങ്ങളുടെ ചിന്തകൾ ലക്ഷ്യവുമായി ചേർന്ന് നിൽക്കുമ്പോഴാണ് ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നത്. ജീവിതത്തിൽ ചെറുതോ വലുതോ ആയ ലക്ഷ്യങ്ങളില്ലാത്തവർ പരാജയപ്പെടുന്നു. പ്രശ്നങ്ങളിലും സ്വയം സഹതാപത്തിലും അയാൾ നഷ്ടപ്പെടുന്നു. ലക്ഷ്യങ്ങളില്ലെങ്കിൽ വീണുപോകാൻ എളുപ്പമാണ്. വലിയ ലക്ഷ്യങ്ങളും വലിയ പരിശ്രമങ്ങളും മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇന്നും നാളെയുമായി ചെയ്തു തീർക്കാനുള്ള ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും ഈ ലക്ഷ്യങ്ങൾ കണ്ടെത്താൻ കഴിയും. അവസാനമായി ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതും നഷ്ടങ്ങൾ വന്നിട്ടുള്ളതുമെല്ലാം നമ്മുടെ ചിന്തകളിലൂടെയാണ്.
ലോകം ഇക്കാര്യം അത്രയും നിലനിന്നിട്ടുള്ളത് നല്ല നാളുകളെ സ്വപ്നം കണ്ട വ്യക്തികളിലൂടെയാണ്. ഈ സ്വപ്നങ്ങൾ സഫലമാക്കാനായി അവർ നെയ്തെടുത്ത ചിന്തകളിലൂടെയാണ്. ആ ചിന്തകളുടെ ബലത്തിൽ അവർ നടത്തിയ പരിശ്രമങ്ങളിലൂടെയാണ്. ആ വലിയ നേട്ടങ്ങളെല്ലാം തന്നെ സ്വപ്നങ്ങളുടെ പിന്നാലെ സഞ്ചരിച്ച് അവർ നേടിയെടുത്തതാണ്. മഹാന്മാരുടെ ഉദാഹരണം നോക്കൂ. കൊളംബസ് തന്റെ സ്വപ്നത്തിൽ കണ്ട ഒരു വൻകര കണ്ടെത്തി. ഭൂമിയെ കൂടാതെ മറ്റൊരു ലോകമുണ്ട് എന്ന് ചിന്തിച്ച കോപ്പർനിക്കസ് സൗരയൂഥത്തിന്റെ രഹസ്യം കണ്ടെത്തി. കറപുരളാത്ത ആത്മാവിന്റെ സൗന്ദര്യത്തെക്കുറിച്ച് സ്വപ്നം കണ്ട ബുദ്ധൻ അത് കണ്ടെത്തുക തന്നെ ചെയ്തു. അതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ കണ്ടെത്താനും അത് നേടിയെടുക്കാനും കഴിയും. ഈ പ്രോഗ്രാം തയ്യാറാക്കിയത് നസീർ ഖാൻ സാഹിബ് എംപവർമെന്റ് മെന്റർ. ഞങ്ങൾ നടത്തുന്ന മൈൻഡ്ഫുൾനെസ്, യൂട്യൂബ് ഒപ്റ്റിമൈസേഷൻ, പേഴ്സണൽ മെന്ററിംഗ് തുടങ്ങിയ ഓൺലൈൻ കോഴ്സുകളെക്കുറിച്ച് അറിയുവാൻ, നിങ്ങളെക്കുറിച്ചുള്ള ലഘുവിവരണവും ഏത് കോഴ്സുകളെക്കുറിച്ച് അറിയുവാൻ ആഗ്രഹിക്കുന്നുവെന്നും വ്യക്തമാക്കി 7907536993 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. എല്ലാവർക്കും നന്മകൾ നേരുന്നു.